ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു സെയിം വ്ലോഗ്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ കുറേ കാലത്തെ ഒരു ആഗ്രഹമാണ് കേട്ടോ. കുറച്ച് ദിവസത്തേക്ക് എന്ന് വെച്ചാൽ ഒരാഴ്ചത്തേക്ക് അല്ലെ 10 ദിവസത്തേക്കൊക്കെ എവിടെയെങ്കിലൊക്കെ യാത്ര പോകണം എന്നുള്ളത് ഭയങ്കരമായിട്ടുള്ള ആഗ്രഹമായിരുന്നു. ആ ഒരു ആഗ്രഹം സഫലമായിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ വീഡിയോ ക്ലിപ്സും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പം എങ്ങോട്ടേക്കാണ് പോകുന്നത് വെച്ചിട്ടുള്ള നമ്മൾ മുംബൈയിലേക്കാണ് കേട്ടോ. മുംബൈയിലേക്ക് പോവാണ്. അപ്പം ഇക്കാക്ക് 10 ദിവസത്തേക്ക് ലീവൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം കിട്ടിയ സ്ഥിതിക്ക് നമ്മൾ എന്തായാലും യൂട്ടിലൈസ് ചെയ്യണം. വെറുതെ വീട്ടിലിരുന്നിട്ടൊന്നും കാര്യമില്ല. അപ്പോൾ നമ്മൾ എന്താക്കിയിട്ടുണ്ട്, ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഇനി പോകാൻ നിൽക്കാനുണ്ട്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ കുറേ ദിവസത്തെ വിശേഷങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കണ്ടു നോക്കുക. അതുപോലെ ഇപ്പോൾ മുംബൈ വിശേഷങ്ങൾ കുറേ ഉണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോയിലോട്ടേക്ക് കടക്കാം. അപ്പം തലേ ദിവസം തന്നെ മക്കളൊക്കെ കിടത്തി ഉറക്കിയത് 12 മണി 12:30 ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും ഉറങ്ങുമ്പം നല്ലോണം ലേറ്റ് ആയിട്ടുണ്ട്. അപ്പം ഞാനൊക്കെ ഉറങ്ങിയത് 1 മണിക്കാണ് കേട്ടോ. 1 മണിക്ക് ഉറങ്ങിയാലും ഒരു 3 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഞാൻ എണീറ്റിട്ടുണ്ട്. കാരണം കുറേ ഡ്രസ്സുകളൊക്കെ അലക്കാനുണ്ടായിരുന്നു കേട്ടോ. ഇച്ചു തലേ ദിവസം നമ്മൾ ഹാളിൽ ഇട്ടിട്ടുള്ള ഒരു പടി ഉണ്ടല്ലോ, അതിൻ്റെ മുകളിൽ കയറി മൂത്രയിക്കലൊക്കെ ആയിട്ട് കുറേ അലക്കാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പം 3 മണിക്ക് എണീറ്റിട്ട് അലക്കലും കാര്യങ്ങളൊക്കെ തീർത്തു. പിന്നെ മൂന്നാമത്തെ ബ്രദർ സാജിക്കാണ് നമ്മളെ കൽപ്പറ്റയിലേക്ക് കൊണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ കൽപ്പറ്റയിൽ നിന്ന് നമുക്ക് ബസ്സുണ്ട്. നമ്മൾ ടിക്കറ്റും കാര്യങ്ങളൊക്കെ നേരത്തെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ 4:30 കേട്ടോ. 4:45 4:40 ആകുമ്പോഴത്തേക്ക് ബസ് വരും. അപ്പോഴേക്കും നമ്മൾ അവിടെ എത്തണുണ്ടാവും. അപ്പം ആദ്യം നമ്മൾ വിചാരിച്ച് കാർ എടുത്ത് നമ്മൾ പോയിട്ട് അവിടെ ഇക്കാനൊരു ഫ്രണ്ട് ഉണ്ട്, നിഖിലുണ്ട്. അപ്പം നിഖിലിൻ്റെ വീട്ടിലായിട്ട് നിർത്താമെന്ന് വിചാരിച്ചത്. പിന്നെ ഏട്ടൻ കൊണ്ടാക്കി തരാമെന്ന് പറഞ്ഞപ്പം പിന്നെ അങ്ങനെ പോവാണ് കേട്ടോ. പിന്നെ അത്രയും ദിവസം അത് അവിടെ പിന്നെ അവൻ്റെ വീട്ടിൽ തന്നെ ഇങ്ങനെ നിൽക്കുമല്ലോ, പുറത്തിങ്ങനെ നിർത്തിയല്ലേ. അപ്പം അത് വേണ്ട വിചാരിച്ചിട്ട് പിന്നെ ഏട്ടൻ തന്നെ കൊണ്ടാക്കി തരികയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പോകുന്നത് തിങ്കളാഴ്ചയാണ് കേട്ടോ. പിറ്റേ ദിവസം ഹർത്താലാണ്. പിന്നെ അതുകൊണ്ട് തന്നെ നമ്മൾ തിങ്കളാഴ്ച തന്നെ പോവുകയാണ്. കാരണം വീട്ടിൽ വെറുതെ ഇരിക്കണ്ടല്ലോ വിചാരിച്ചു. കാരണം നമ്മൾ ട്രാവൽ ചെയ്ത് വന്നിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ നമുക്ക് ക്ഷീണവും കാര്യങ്ങളൊക്കെ മാറ്റാം. അപ്പം ഇതിപ്പം പോകുന്നതിന് മുമ്പ് എൻ്റെ റെസ്റ്റും കാര്യങ്ങളൊന്നും എടുക്കണ്ടെന്നായിരുന്നു കേട്ടോ തീരുമാനിച്ചത്. അപ്പം ഇക്കാക്ക് ആദ്യം താല്പര്യം 2-3 ദിവസം വീട്ടിലിരുന്ന് എന്നിട്ട് കറങ്ങാൻ പോകാമെന്നൊക്കെ ആയിരുന്നു. പക്ഷേങ്കിൽ ഞാൻ പറഞ്ഞു പോയി വന്നിട്ട് നിങ്ങൾ റെസ്റ്റ് എടുത്തോളി. കാരണം അപ്പം എന്തായാലും ക്ഷീണം ഉണ്ടാവും. പിന്നെ ലീവ് കിട്ടലുണ്ടാവില്ല. 10 ദിവസം എന്ന് പറയുന്നത് 10 ദിവസം തന്നെയാണ് ഉണ്ടാവുള്ളൂ. അതിൽ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ഉണ്ടാവില്ല. അപ്പം പിന്നെ ഞാൻ അങ്ങനെ പറഞ്ഞപ്പോൾ പിന്നെ എന്നാൽ പിന്നെ അങ്ങനെ ചെയ്യാല്ലേ എന്ന് പറഞ്ഞപ്പോൾ ആള് പിന്നെ ആ ഒരു രീതിയിലായിട്ടുണ്ട്. അങ്ങനെ ഞാൻ നമ്മൾ കൽപ്പറ്റ എത്തിട്ടോ. കൽപ്പറ്റ എത്തിയപ്പം എന്താ കുറേ ആൾക്കാർ ബസ് കാത്തിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ടൈമിൽ തന്നെ എൻ്റെ ഫ്രണ്ടിനും കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ ഒപ്പം LKG മുതൽ പഠിച്ചതാണ് കേട്ടോ ഖദീജ. അവളും ഉണ്ടായിരുന്നു. അപ്പോൾ അവളെയും കൂടി വീഡിയോയിലൂടെ കാണിക്കുക. പിന്നെ നമ്മൾ പോയതിൻ്റെ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ ഇൻസ്റ്റയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. വീഡിയോസ് ആയിട്ടാണെങ്കിലും ഫോട്ടോസ് ആയിട്ടാണെങ്കിൽ ഇൻസ്റ്റയിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയല്, എൻ്റെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാത്തവരെന്തൊക്കെ ഫോളോ ചെയ്യാം കേട്ടോ. കാരണം അതിൽ നമ്മൾ ഒക്കെ അപ്ഡേറ്റ് ചെയ്യും കേട്ടോ. അപ്പം ഇപ്പം വീഡിയോ നമ്മൾ യൂട്യൂബിൽ ഇടാൻ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്. കാരണം വന്നതിൻ്റെ ക്ഷീണം. പിന്നെ മക്കളൊക്കെ ഇത്രയും ദിവസം നമ്മൾ എടുത്തിട്ടും നമ്മളൊപ്പമൊക്കെ നടത്തിയിട്ട് പിന്നെ വീട്ടിലെത്തുമ്പം അവർക്ക് നമ്മളൊപ്പം തന്നെ വേണം കേട്ടോ. അപ്പം വീഡിയോ എഡിറ്റ് ചെയ്യാനോ ഇതാക്കാനൊന്നും സമ്മതിക്കില്ല. അങ്ങനെ ഇതാ ഫസ്റ്റത്തെ ഒരു ബസ് വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ബസ്സല്ല, നമ്മളെ നെക്സ്റ്റ് അടുത്ത ബസ്സാണ്. അപ്പോൾ ഇതാണ് കേട്ടോ ഖദീജ. അപ്പോൾ അവളെ വീഡിയോയിൽ ജസ്റ്റ് എടുത്തിട്ട് പിന്നെ അവളുമായിട്ടുള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഇൻസ്റ്റയിലും വാട്സപ്പിലൊക്കെ അയച്ചിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ബസ് കയറി ബസ്സിൽ പോവാണ് കേട്ടോ. അപ്പോൾ ഇത് ഹോൾ എടുത്തിട്ടുള്ള വീഡിയോ ആയിരുന്നു. കാരണം നമ്മളെ ഗ്രൂപ്പിൽ കേട്ടോ 10th ഗ്രൂപ്പിലൊക്കെ ഇടാൻ വേണ്ടിയിട്ട് എൻ്റെയും കുട്ടികളൊക്കെ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാ ബസ് പോവുകയാണ്. അപ്പോൾ പോകുന്ന വഴിക്കിൽ ചുരത്തുമ്പോൾ നല്ലൊരു ബ്ലോക്ക് ഉണ്ടായിട്ടോ. കാരണം കുറേ ബസ് നമുക്ക് ഇപ്പം അറിയാത്തവർക്കാണെങ്കിൽ പറഞ്ഞുതരാം. വയനാട്ടിലൂടെയൊക്കെ ആണെങ്കിൽ 9 വളവുണ്ട് കേട്ടോ. അപ്പോൾ 9 വളവ് തരണം ചെയ്തിട്ട് വേണം കയറാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ആ ഒരു ടൈമിൽ അധികം പേർക്കും പേടിയുള്ള ഒരു ചുരമാണ് കേട്ടോ നമ്മളെ ചുരം. കാരണം നമ്മൾ ട്രെയിനിൽ പരിചയപ്പെട്ട കുറച്ച് ഫാമിലീസ് ഉണ്ടായിരുന്നു കേട്ടോ. അവർക്കൊക്കെ വയനാട് എന്ന് പറയുമ്പോൾ തന്നെ എന്തോ ഭയങ്കര ഒരു പേടിയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പിന്നെ ചുരം ഉള്ളതുകൊണ്ട് നമ്മൾ വണ്ടിയൊക്കെ എവിടെയെങ്കിലുമൊക്കെ കോഴിക്കോടൊക്കെ പോവുകയാണെങ്കിൽ കുറച്ച് നേരത്തെ ഇറങ്ങണം കേട്ടോ. കാരണം ബ്ലോക്കും കാര്യങ്ങളൊക്കെ അധികം ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകും. കാരണം പെട്ടെന്നായിരിക്കും ബ്ലോക്കൊക്കെ സംഭവിക്കുക. അപ്പോൾ നമ്മൾ കുറച്ച് നേരത്തെ ഇറങ്ങുന്നതാണ് കേട്ടോ നല്ലത്. നമുക്ക് 8:30 കേട്ടോ ട്രെയിന്. 8:30 ആകുമ്പോഴത്തേക്ക് നമ്മൾ അവിടെ എത്തണം. അപ്പോൾ ഒരു 7:45 ഒക്കെ ആകുമ്പോഴത്തേക്ക് നമ്മൾ കോഴിക്കോട് എത്തും കേട്ടോ.
അപ്പോൾ ഇതിൻ്റെ ട്രെയിനിൻ്റെ ടിക്കറ്റും ഇതൊക്കെ നമുക്ക് എടുത്തുന്നത് എൻ്റെ ബ്രദറാണ് കേട്ടോ. എൻ്റെ ബ്രദറാണ് എടുത്തിട്ട് തന്നിട്ടുണ്ടായിരുന്നത്. കാരണം നമ്മൾ ഓൺലൈനായിട്ട് നോക്കുമ്പോൾ ടിക്കറ്റും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം അവന് തലേ ദിവസം പോയി, നമ്മൾ പോകുന്നതിൻ്റെ തലേ ദിവസം രാവിലെ പോകണം കേട്ടോ. രാവിലെ ഒരു 7 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകണം. സിവിലിലൊക്കെ പോയാൽ മതി, പക്ഷേങ്കിൽ ഇത് നമുക്ക് കിട്ടാത്തതുകൊണ്ട് കോഴിക്കോട് നിന്നാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവനക്ക് അവിടെ ഒരു ഫ്രണ്ടിൻ്റെ ഏട്ടൻ്റെ കല്യാണം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അവൻ കോഴിക്കോട് തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് അവിടുന്ന് നമ്മൾ അവനെന്താക്കി 7 മണിക്ക് എഴുതി കൊടുത്ത് പിന്നെ ഒരു ഉച്ചയ്ക്ക് 12 മണിയൊക്കെ ആയപ്പോഴാണ് നമുക്ക് ടിക്കറ്റ് റെഡി ആയി എന്നുള്ള വിവരം കിട്ടിയത് കേട്ടോ. അപ്പം അതുകൊണ്ട് ഏതോ നമ്മളെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ലേറ്റ് ആയത്. കാരണം ടിക്കറ്റ് കിട്ടുമോ കിട്ടൂലെന്ന് വലിയ പ്രതീക്ഷ ഇല്ലായിരുന്നു കേട്ടോ. ചിലപ്പം കിട്ടും ചിലപ്പം കിട്ടൂല എന്നുള്ള രീതിയിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം അവന് പോയതുകൊണ്ട് തന്നെ നമുക്ക് ടിക്കറ്റും കാര്യങ്ങളൊക്കെ കിട്ടി. അൽഹംദുലില്ലാ പോകാൻ പറ്റിട്ടോ. കറക്റ്റ് സമയത്ത് തന്നെ നമുക്ക് പോകാൻ പറ്റി. അങ്ങനെ ഇതാ നമ്മളിനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ് കേട്ടോ. മസാല ദോശയാണ്. ഇതൊരു വെജിറ്റേറിയൻ ഹോട്ടലിൽ കേട്ടോ നമ്മൾ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ഹോട്ടൽ ഞാൻ പറഞ്ഞിട്ടാട്ടോ കയറിയത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ മുമ്പ് എന്തായിരുന്നു ഇതിൻ്റെ ഒരു എൻട്രൻസ് എക്സാം ഉണ്ടായിരുന്നു കേട്ടോ. PGൻ്റെ ഒരു എൻട്രൻസ് എക്സാമിന് പോയപ്പോൾ പരിചയമുള്ള ഒരു ഹോട്ടലായിരുന്നു കേട്ടോ. ഉമ്മാൻ്റെ ഒരു ഫ്രണ്ട് ഇപ്പം നമ്മൾ അങ്ങോട്ടേക്ക് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ഞാനും എൻ്റെ ഫ്രണ്ടൊക്കെ അവിടെ നിന്ന് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു, ഞാനും ഫറും. അപ്പോൾ ഞങ്ങൾ കൊണ്ടുവരും അവിടെ പോയതുകൊണ്ട് തന്നെ എനിക്കത് നല്ല ഇഷ്ടപ്പെട്ടു. അങ്ങനെ പിന്നെ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ച് പിന്നെ നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് കേട്ടോ. അവിടെ നിന്ന് ഒരു ഓട്ടോ ഒക്കെ പിടിച്ച് റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പം നമ്മൾ 3A കേട്ടോ നമ്മൾ പോകുന്നത്. അപ്പം AC കമ്പാർട്ട്മെൻറ്റിലാണ്. അപ്പം മക്കളെയും കൊണ്ട് പോകുമ്പോൾ നമ്മൾ എപ്പോഴും അങ്ങനെ പോകുന്നതാണ് കേട്ടോ നല്ലത്. അല്ലെങ്കിൽ പിന്നെ അവർ ഫുൾ കരച്ചിലും ഒച്ചപ്പാടൊക്കെ ആയിരിക്കും. ചൂടൊന്നും തീരെ താങ്ങാൻ പറ്റും, നമുക്കേ ചൂട് പറ്റുന്നില്ല. അപ്പം പിന്നെ മക്കൾക്ക് തീരെ പറ്റില്ല. അപ്പം ഫുള്ള് തിരക്കാണ് കേട്ടോ. കാരണം ഓരോ ട്രെയിനുകളായിട്ട് ഇങ്ങനെ വന്നും പോയും കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഒരു ഹാപ്പി ന്യൂസ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആദ്യമായിട്ടാണ് ട്രെയിനിൽ കയറാൻ പോകുന്നത് കേട്ടോ. എൻ്റെ വീട്ടിലത്തെ ഉമ്മയാണെങ്കിലും ബ്രദറാണെങ്കിലും ഒക്കെ പോയിട്ടുണ്ട്. ബ്രദറൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോഴേ പോയിട്ടുണ്ട് കേട്ടോ. കലോത്സവത്തിനൊക്കെ ആയിട്ട് അവനിങ്ങനെ പോയിട്ടൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ പിന്നെ ഇതിലായിട്ടും പോയിട്ടില്ല. കല്യാണം കഴിഞ്ഞിട്ടും നമ്മൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു, കയറാമെന്നൊക്കെ പറഞ്ഞ് വന്നു. പക്ഷേങ്കിൽ ആ ഒരു ടൈമിൽ ട്രെയിനൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ, അവൈലബിൾ അല്ലായിരുന്നു. അപ്പം പിന്നെ നമ്മളെന്താക്കിയിട്ടുണ്ട്, തിരിച്ചു പോയിട്ടോ. അപ്പം അതിൻ്റെ ഫസ്റ്റത്തെ ഒരു ആങ്സൈറ്റി കൂടി എനിക്കുണ്ട് കേട്ടോ പോകുമ്പോൾ ഉള്ള ഒരിത്. പിന്നെ ഹിച്ചുവിന് അവിടെ നിന്ന് നമ്മൾ കുറച്ച് സ്നാക്സും കാര്യങ്ങളൊക്കെ വാങ്ങി കൊടുത്തിട്ടുണ്ട്. കാരണം ആള് കുറച്ച് ദോശ കഴിച്ചു. പിന്നെ ഇനി ട്രെയിനിൽ കയറിയിട്ട് എന്തെങ്കിലുമൊക്കെ കഴിപ്പിക്കേണ്ടത് വിചാരിച്ചിട്ട് അങ്ങനെ കുറച്ച് ബിസ്ക്കറ്റുകളും ഒക്കെ വാങ്ങിയിട്ടുണ്ട്. പിന്നെ തലേ ദിവസം നമ്മൾ പഴം ഉണ്ടല്ലോ, പഴം വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പഴം വാങ്ങിയിട്ട് നമ്മൾ ബാഗിൽ വെച്ചിട്ടുണ്ട്. പിന്നെ തയ്ച്ചു ബാഗിൽ നിന്ന് കളിക്കുകയാണ് കേട്ടോ. ആളിങ്ങനെ ടയറുണ്ടല്ലോ, അപ്പോൾ ടയർ ഉള്ളതുകൊണ്ട് നല്ലോണം പോകുന്നുണ്ട്. അപ്പോൾ അതിനുകൊണ്ട് അതിനെ കരച്ചു. പിന്നെ ഇവിടുന്ന് നമ്മളൊരു ഫ്രണ്ടിനെ പരിചയപ്പെട്ടിട്ടുണ്ട് കേട്ടോ. കോഴിക്കോട് തന്നെ ഉള്ളതാണ് ആള്. ചൈനയിൽ പഠിക്കുകയാണ് കേട്ടോ, MBBS പഠിക്കുകയാണ്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് അവൾ അങ്ങോട്ടേക്ക് പോകാൻ കേട്ടോ. അപ്പോൾ അവൾ ഒരു ഫ്രൂട്ടിയും കാര്യങ്ങളൊക്കെ അവനക്ക് വാങ്ങിക്കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓളും നമ്മളിപ്പോൾ മുംബൈയിലേക്ക് ഉണ്ട് കേട്ടോ. മുംബൈയിൽ നിന്ന് പിന്നെ ഫ്രണ്ടിൻ്റെ ഒപ്പമാണ് പിന്നെ അവൾ പോകുന്നത്. പിന്നെ അവൾ നമ്മളെ കമ്പാർട്ട്മെൻറ്റിലല്ല, അതിൻ്റെ നെക്സ്റ്റ് കമ്പാർട്ട്മെൻറ്റിലാണ് കേട്ടോ അവളുള്ളത്. അങ്ങനെ ഇതാ നമ്മളെ ട്രെയിൻ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു ഭാഗത്തേക്ക് പോവാണ് കേട്ടോ. എന്താ 6 അങ്ങനെ എന്തോ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അങ്ങോട്ടേക്ക് നടന്ന് പോവുകയാണ്. അപ്പം എനിക്ക് എങ്ങനെ ഇതിൽ കയറണ്ടേ അങ്ങനെയൊന്നും അറിയണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഇപ്പം ഫസ്റ്റ് ടൈം കയറുവാണ്. പിന്നെ ആളെല്ലാം പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മളെ ബോക്കി ഇതാണ് ഇങ്ങനെ കയറണം എന്നൊക്കെ പറഞ്ഞപ്പം കാര്യങ്ങളൊക്കെ മനസ്സിലായി. അപ്പോൾ ഈ ഒരു റോസ് ടോപ്പ് ഉണ്ടല്ലോ, അവളാണ് കേട്ടോ നമ്മളപ്പോൾ ഉള്ളത്. അപ്പം ഇനിയിപ്പോൾ ട്രെയിനിലേക്ക് കയറുകയാണ്. അപ്പോൾ നമ്മുടെ സീറ്റും കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നു. അപ്പോൾ ഇവിടെ ഒരു ഫാമിലി ഉണ്ടായിരുന്നു കേട്ടോ. ഒരു ചേട്ടനും ചേച്ചി ഉണ്ടായിരുന്നു. പത്തനംതിട്ട ഉള്ള ആൾക്കാരാണ് കേട്ടോ. അപ്പോൾ ആദ്യം കണ്ടപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ കയറി സംസാരിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ, നമുക്കറിയില്ലല്ലോ. പിന്നെ ഒരു വൈകുന്നേരമൊക്കെ ആയപ്പം പിന്നെ നമ്മൾ ഫുൾ കമ്പനി ആയിട്ടോ. അങ്ങനെ ഫസ്റ്റത്തെ ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് കേട്ടോ ഈ ഒരു ട്രെയിൻ യാത്ര എന്ന് പറയുന്നത്. അപ്പോൾ കയറി കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ പിന്നെ ഞാനിതാ കിടക്കാൻ പോവാണ് കേട്ടോ. കാരണം മക്കൾക്ക് 2 പേർക്കും ഉറക്കം വന്നിട്ടുണ്ട്. കാരണം ഇച്ചു കണ്ടല്ലോ രാവിലെ തന്നെ എണീറ്റിട്ടുണ്ടായിരുന്നു, എസിയു എണീറ്റിട്ടുണ്ടായിരുന്നു. പിന്നെ അതാ ബസ്സിൽ നിന്ന് കുറച്ച് ഉറങ്ങി കേട്ടോ. ഇച്ചു പിന്നെ കുറേ കഴിഞ്ഞിട്ടായിരുന്നു ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ അവന് വേഗം എണീക്കുകയും ചെയ്തിട്ടോ. അങ്ങനെ പിന്നെ കുറച്ച് പേരെ അവർ 2 പേരും ഉറക്കി. പിന്നെ വേറൊരു ഫാമിലിയാണ് കേട്ടോ ഈ ഒരു ചേച്ചീനെ കണ്ടത്. അപ്പോൾ ഈ ചേച്ചി കണ്ണൂരുള്ള ചേച്ചിയാണ്. അവർ ഗോവയിലേക്ക് കേട്ടോ പോവുകയാണ്. അപ്പം
ഗോവയിൽ സെറ്റിൽ ചെയ്യുകയാണ് കേട്ടോ. അപ്പം എതനെ കണ്ടപ്പം ചേച്ചീൻ്റെ മോൾക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. അവന്തിക മറ്റൊന്നായിരുന്നു കേട്ടോ മോളെ പേര്. അപ്പം അങ്ങനെ പിന്നെ ഞങ്ങൾ കുറച്ച് നേരം ഞാനും എസയും ചേച്ചീൻ്റെ അടുത്ത് ഇരുന്ന് കുറേ നേരം സംസാരിച്ചു കേട്ടോ. അപ്പം അവർ ഗോവയിലാണ്. അപ്പം വൈകുന്നേരം ഒരു 5 മണിക്ക് ഇറങ്ങേണ്ടതാണ് കേട്ടോ. പക്ഷേ ഇത് കുറച്ച് ലേറ്റ് ആയിരുന്നു. കുറേ സ്ഥലത്ത് നിർത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പം അതുകൊണ്ട് തന്നെ ഒരു 6 മണിയൊക്കെ ആയപ്പോഴേന്ന് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഞാൻ അവിടെ ഇങ്ങനെ ഇരുന്നപ്പോൾ ചേച്ചീൻ്റെ ഒപ്പം ഇരുന്നപ്പോൾ കുറേ എടുത്ത വീഡിയോസൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പം നല്ല ഒരു വൈബ് തന്നെയായിരുന്നു കേട്ടോ ഇങ്ങനെ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കുമ്പോൾ. അപ്പോൾ ആദ്യമായിട്ടുള്ള എക്സ്പീരിയൻസും കൂടി ആയിരുന്നു എനിക്ക്. അപ്പോൾ ആദ്യമൊക്കെ എന്നോട് പറഞ്ഞത് നീ ട്രെയിനിലൊന്ന് പോയി കഴിഞ്ഞാൽ നിനക്ക് മടുക്കും, പിന്നെ ട്രെയിനിൽ കയറൂല എന്നൊക്കെയാണ് കേട്ടോ പറയാന്നൊക്കെ പറഞ്ഞു. പക്ഷേ എങ്കിൽ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. നമ്മളിപ്പോൾ ലോക്കലിലൊക്കെ കയറിയെങ്കിൽ ചിലപ്പോൾ ഞാൻ പറഞ്ഞേക്കാം പറയുമായിരിക്കും ഇനി നമുക്ക് ട്രെയിനിൽ ഒരിക്കലും പോകണ്ട, ഞാൻ ഒരിക്കലും ട്രെയിനിൽ കയറൂല എന്നൊക്കെ ഞാൻ പറയുമായിരിക്കും. പക്ഷേ ഈ ഒരു AC കമ്പാർട്ട്മെൻറ്റ് എടുത്തതുകൊണ്ട് തന്നെ എനിക്ക് വലിയ മടുപ്പൊന്നും തോന്നിയിട്ടില്ല കേട്ടോ. കാരണം ഒരു ക്ഷീണവും ഉണ്ടായിരുന്നില്ല കേട്ടോ നമുക്ക്. അപ്പം അതിനിടയ്ക്ക് നമ്മൾ ചെറുതായിട്ട് സ്നാക്സും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ ബിസ്ക്കറ്റും കാര്യങ്ങളൊക്കെ പഴവും കാര്യങ്ങളൊക്കെ നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ അതാ കുറച്ച് കഴിഞ്ഞപ്പം ഇച്ചുവിനെ എൻ്റെ അടുത്തേക്ക് വരണം എന്ന് പറഞ്ഞിട്ട് ആളെ കയറ്റിയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് നേരം എൻ്റെ അടുത്ത് ഇരുന്നു. പിന്നെ ആളിങ്ങനെ മുകളിൽ നിന്ന് താഴോട്ടേക്ക് ഇങ്ങനെ നോക്കാൻ കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര പേടിയായി. കാരണം ആളായിട്ട് ജസ്റ്റ് ഒന്ന് വീണിട്ടുണ്ടെങ്കിൽ, കാരണം 2 പേരുണ്ട്. അപ്പോൾ 2 പേരും ഒരേപോലെ മാനേജ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. കാരണം മുകളിലും കൂടി ഇല്ല, അപ്പം അധിക വീതിയും കൂടി ഇല്ലാത്തതുകൊണ്ട് കുറച്ച് ഇടങ്ങേറായിരിക്കും. അങ്ങനെ പിന്നെ എല്ലാവരും ഇരിക്കാനുണ്ടോ, എല്ലാവരും എണീറ്റിട്ടുണ്ട്. അപ്പം ഇവിടെയുള്ള കുറേ ആൾക്കാരും ഒക്കെ ഉറങ്ങി തന്നെയായിരുന്നു കേട്ടോ. അപ്പം എല്ലാവരും എണീറ്റ് പിന്നെ നമ്മൾ കുറച്ച് നേരം ഇരുന്നു. പിന്നെ ഇപ്പുറത്തെ സൈഡിലുള്ള കമ്പാർട്ട്മെൻറ്റിൽ സീറ്റിലേക്ക് നമ്മൾ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം അവിടെയുള്ള ആൾക്കാരൊക്കെ ഇറങ്ങി. പിന്നെ കുറച്ച് നേരം നമ്മൾ താഴെ കിടക്കാന്നുള്ള രീതി, കാരണം ഇത്ര നേരം ഞങ്ങൾ 2 പേരും ഏറ്റവും ടോപ്പിലായിരുന്നു കേട്ടോ കിടന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ടോപ്പിൽ നിന്ന് ഇപ്പം താഴോട്ടേക്ക് ഇറങ്ങിയിട്ട് ഇപ്പോഴത്തെ സീറ്റിലേക്ക് വന്നിട്ടുണ്ട്. കാരണം പിന്നെ കളിക്കാൻ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കൊടുത്ത് പിന്നെ ഏറ്റവും നല്ല ഇതെന്ന് പറഞ്ഞാൽ ട്രെയിനിൽ നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റും. ഫോണിൽ എത്ര നേരം വേണമെങ്കിലും കളിക്കാൻ പറ്റും കേട്ടോ. കളിച്ചാൽ ചാർജ് തീർന്നാൽ നമുക്ക് അപ്പം കുത്തി വിടാം. ചാർജ് തീരുന്ന പ്രശ്നമില്ല, എത്ര വേണമെങ്കിലും ഫോൺ തോണ്ടിയും കളിക്കാം കേട്ടോ. പിന്നെ മക്കൾ കരഞ്ഞാലൊക്കെയാണ് ഇടങ്ങാറ്. പക്ഷേങ്കിൽ അവർക്ക് 2 പേർക്കും വലിയ സീനൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. ഒരു കുഴപ്പമില്ലായിരുന്നു. എല്ലാവരും ഫസ്റ്റ് വിളിക്കുമ്പോൾ തന്നെ ചോദിക്കുന്നത് കുട്ടികളെ കാര്യമായിരുന്നു കേട്ടോ, എന്താണ് അവർ കരയൊക്കെ ആണോ. പക്ഷേങ്കിൽ 2 പേർക്കും അൽഹംദുലില്ലാ ഒരു കുഴപ്പം ഉണ്ടായിട്ടില്ല. അവരും എൻജോയ് ചെയ്തു കേട്ടോ. ട്രെയിൻ യാത്ര എന്നെപ്പോലെ തന്നെ അവരും നല്ലോണം എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ വൈകുന്നേരം ആയപ്പോൾ ഒരു ഉറക്കൊക്കെ ഉറങ്ങി എണീറ്റിട്ടുണ്ട് കേട്ടോ. ഞാനും മിക്കും ഒക്കെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു വടയൊക്കെ കഴിക്കണം. വട ഒരു രസം ഇല്ലായിരുന്നു കേട്ടോ, ഒരു ടേസ്റ്റും ഇല്ലായിരുന്നു. പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ ഒരു സമൂസ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ, അതായിരുന്നു ടേസ്റ്റ്. അപ്പോൾ ഈ ഒരു ഭാഗത്തൊക്കെ കൂടുതലായിട്ട് കഴിക്കുക പഞ്ചാബി സമൂസ അതാണ് കേട്ടോ, ഉരുളക്കിഴങ്ങൊക്കെ ഇട്ടിട്ടുള്ള. അപ്പോൾ അതാണ് പിന്നെയും കഴിക്കാൻ തോന്നുക. അങ്ങനെ പിന്നെ ഫുഡ് കഴിക്കാൻ പോവാണ്. അപ്പോൾ ചപ്പാത്തിയും പനീർ കറിയും അതുപോലെ തന്നെ ബിരിയാണിയൊക്കെ ആയിരുന്നു കേട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചപ്പാത്തി ആയിരുന്നു പറഞ്ഞത്. അപ്പോൾ അതൊക്കെ കൂടി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചേച്ചി ഇങ്ങനെ പറയുന്നുണ്ട്, ചേച്ചീൻ്റെ അടുത്ത് ലെമൺ റൈസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ചേച്ചി ഉച്ച മുതൽ പറയുന്നുണ്ട് കേട്ടോ റൈസും കറിയൊക്കെ ഉണ്ട്, അപ്പോൾ നിങ്ങൾ കഴിച്ചോ എന്നൊക്കെ. അപ്പോൾ നമ്മൾ വേണ്ടാന്നൊക്കെ പറഞ്ഞു. പിന്നെ നട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ചു അഡ്ജസ്റ്റ് ചെയ്തു കേട്ടോ. അപ്പം പിന്നെ വിശക്കുന്നുണ്ടായിരുന്നില്ല. പിന്നെ രാത്രി നമ്മൾ വാങ്ങിയ ഫുഡും കഴിച്ചു. അതുപോലെ തന്നെ പിന്നെ ചേച്ചി തന്ന ലെമൺ റൈസൊക്കെ കഴിച്ചു. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ മീൻ ഫ്രൈയും അതുപോലെ തന്നെ മോര് കറിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ അതൊക്കെ കൂടി കഴിച്ച് പിന്നെ രാത്രി ഉറങ്ങാൻ പോവാണ്. അപ്പം ഞാൻ പകലൊക്കെ ഏറ്റവും ടോപ്പിലായിരുന്നു കേട്ടോ കിടന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ നല്ല തണുപ്പായിരുന്നു. അപ്പം മക്കൾക്കൊക്കെ ഫുൾ ടൈം സെറ്റർ ഇട്ടിട്ടാണ് കേട്ടോ ഉള്ളത്. കാരണം ഞാൻ പറഞ്ഞല്ലോ നല്ല തണുപ്പാണ്. തണുപ്പായതുകൊണ്ട് തന്നെ ഡ്രസ്സ് മാത്രം എടുത്ത് കടത്തിൽ നടക്കൂല. പിന്നെ നല്ല തണുപ്പായിരുന്നു പറഞ്ഞാൽ നല്ല തണുപ്പായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ 2ാമത്തെ സീറ്റിൽ കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ ചേച്ചിയും ചേട്ടനും അപ്പുറത്തെ സൈഡ് കിടന്നിട്ടുണ്ട്. നമ്മൾ ഇപ്പുറത്തെ സൈഡുമാണ് കേട്ടോ കിടക്കുന്നത്. അപ്പം ഇച്ചുവിനും കൊണ്ട് താഴെയും കിടക്കുന്നുണ്ട് കേട്ടോ. ഞാൻ തൊട്ട് മുകളിലുമാണ് കിടന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പുറപ്പും കാര്യങ്ങളൊക്കെ എടുക്കുകയാണ്. പിന്നെ രാവിലെ ആയിട്ടോ, രാവിലെ ഒരു 5:30 ആയപ്പോഴാണ് നമ്മളെ സ്റ്റേഷനിലെത്തുക. അപ്പം 5 മണിയൊക്കെ ആയപ്പം 5 മണിയൊക്കെ ആയല്ല, ഒരു 4 മണിയൊക്കെ ആയപ്പോൾ തന്നെ നമ്മൾ എണീറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ചേട്ടനും ചേച്ചിയൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അവർ നമ്മളെ തൊട്ട് ബാക്കിലുള്ള ഒരു സ്റ്റോപ്പിലായിരുന്നു കേട്ടോ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ പേരും കാര്യങ്ങളൊക്കെ ഞാൻ മറന്നുപോയി.
അപ്പോൾ അവർ 10 വർഷമായി മുംബൈയിൽ തന്നെ സെറ്റിൽഡ് ആണ് കേട്ടോ. അവരെ സ്വന്തം വീടൊക്കെ പത്തനംതിട്ടയാണ്. അപ്പോൾ അവരിന്ന് സംസാരിച്ചു കേട്ടോ, കുറേ നേരം അവരോട് സംസാരിച്ചു. അപ്പോൾ അവർ നമുക്ക് കുറേ വിവരങ്ങൾ നമുക്ക് പറഞ്ഞു തന്നു കേട്ടോ. നമ്മൾ എവിടെയാണ് താമസിക്കേണ്ടതെന്നും നമുക്ക് അവിടെ എവിടെയാണ് ഓരോ സ്ഥലങ്ങൾ പോകാനും അതുപോലെ തന്നെ ബെസ്റ്റ് ഫുഡ് എവിടെയാണ് കിട്ടുക എന്നൊക്കെ അവർ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മാക്സിമം നമ്മളിപ്പോൾ ഇങ്ങനെയൊക്കെ യാത്ര ചെയ്യുമ്പം കുറേ നാളായി കിടക്കുന്ന ആൾക്കാർ, അവിടെ താമസിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവരോട് നമ്മൾ ചോദിക്കണം കേട്ടോ. എന്തായാലും നമ്മൾ ചോദിച്ചാൽ മാത്രമാണ് നമുക്ക് വിവരങ്ങൾ കിട്ടുള്ളൂ. നമ്മൾ ആദ്യമായിട്ട് പോവുമല്ലേ. അപ്പം ഈ ചേച്ചിയും ചേട്ടനും എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് നല്ലോണം കാര്യങ്ങൾ പറഞ്ഞു തന്നു കേട്ടോ. എവിടെ പോയാലാണ് നിങ്ങൾക്ക് നല്ലൊരു റൂംസ് കിട്ടുക, അല്ലെങ്കിൽ അവിടെ അടുത്ത് തന്നെയാണ് നിങ്ങൾക്ക് ഈ സ്ഥലങ്ങളൊക്കെ ഉള്ളത് എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു. അപ്പോൾ നമ്മൾ പോകുന്നത് LTTയിലാണോ നമ്മൾ ഇറങ്ങുന്നത്, ലോക്മാൻ തിലകിലാണ് ഇറങ്ങുന്നത്. അവിടുന്ന് നേരെ മിനാര മസ്ജിദിലേക്കാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ അവിടെയാണ് നമുക്ക് ബെസ്റ്റ് റൂംസ് ഉള്ളതും അതുപോലെ തന്നെ ഫുഡും. മലയാളീസിൻ്റെ കുറേ ഹോട്ടലുകളുണ്ട് കേട്ടോ, അവിടെ കുറേ ഹോട്ടലുകളുണ്ട്. പിന്നെ ഫുഡിനും കാര്യത്തിനും ഒരു ക്ഷാമമില്ല, നല്ല ഫുഡാണ്. ആ ഒരു ഭാഗത്താണ് നമ്മൾ റൂംസ് എടുക്കുന്നതെങ്കിൽ കേട്ടോ നമുക്ക് നല്ല ഫുഡും കാര്യങ്ങളും തന്നെ കിട്ടും. ഒരു സീനും ഇല്ല കേട്ടോ. നമുക്ക് ഛർദിയും കാര്യങ്ങളൊന്നും പിടിക്കില്ല. കാരണം ഞങ്ങൾ പറയണേ ഞങ്ങൾ അവിടെയാണ് റൂംസ് എടുത്ത് നിന്നതും പിന്നെ അവിടുത്തെ ഫുഡും അവിടെയുള്ള ഫുഡ് തന്നെയാണ് കേട്ടോ നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നത്. അവിടെ കുറേ മലയാളീസിൻ്റെ ഹോട്ടലുകൾ ഉണ്ടായിരുന്നു കേട്ടോ. മീൽസ് അടക്കം നമ്മൾ കേരളക്കാർ നമ്മൾ ഉണ്ടാക്കൂലേ, നമ്മൾ ഇവിടെ ഉണ്ടാക്കുന്ന ഹോട്ടലിൽ നിന്ന് ഉണ്ടാക്കുന്ന പോലെ അടിപൊളി ടേസ്റ്റ് ചെയ്യുന്നു കേട്ടോ ഓരോന്നും. അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ ഇൻഷാ അല്ലാഹ് കാണിക്കുന്നതായിരിക്കും കേട്ടോ. അങ്ങനെ ഇതാ ഒരു 5:30 ആയപ്പോൾ നമ്മളിതാ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇറങ്ങാൻ പോവാണ്. അപ്പോൾ ലഗേജും കാര്യങ്ങളൊക്കെ ഫുൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ LTTയിൽ ഇറങ്ങുകയാണ്. ഇനി ഇവിടുന്ന് നേരെ നമുക്ക് ചേട്ടനെ ചേച്ചിയും പറഞ്ഞില്ലേ ആ ഒരു സ്ഥലത്തേക്ക് നമുക്ക് പോകണം കേട്ടോ. മിനാര മസ്ജിദിലേക്ക് പോകണം. അവിടെയാണ് ഏറ്റവും അടിപൊളി സ്ഥലവും അതുപോലെ തന്നെ അവിടുന്ന് നമുക്ക് പെട്ടെന്ന് എല്ലാ ടൂറിസ്റ്റ് പ്ലേസിലേക്കും എത്താനും പറ്റും കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പ്രീവിയസ് വീഡിയോസൊക്കെ കണ്ട് നോക്കുക. പിന്നെ ഇതിൻ്റെ കണ്ടിന്യൂ ആയിട്ടായിരിക്കും നെക്സ്റ്റ് വീഡിയോ ഉണ്ടാവുക കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.